നമസ്കാരം. അപ്പം നമ്മൾ നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ചന്ദ്രഖണ്ഡ എന്ന ഭാവത്തിനെയാണ് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. ദുർഗാ ഭഗവതിയുടെ വിഗ്രഹങ്ങളും നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഒരു ഫോമാണ് ചന്ദ്രഖണ്ഡ ദേവിക്കുള്ളത്. ഒരു പുലിപ്പുറത്ത് അല്ലെങ്കിൽ കടുവപ്പുറത്തിരുന്ന് ആയുധങ്ങളൊക്കെ അവിടെ വിരാജിക്കുന്ന ഒരു രൂപമാണ് ചന്ദ്രഖണ്ഡ ദേവിക്ക്. അപ്പോൾ ഇവിടെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി പറഞ്ഞിരിക്കുന്നത്, ഈ ചൈതന്യങ്ങളൊന്നും നമുക്ക് പുറത്തല്ല, നമുക്ക് അകത്ത് തന്നെയാണ്. നമ്മുടെ തന്നെ ബോധത്തിന്റെ പല മാനങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ചന്ദ്രൻ എന്ന് വെച്ചാൽ അത് മൂൺ അല്ലെ, അല്ലെങ്കിൽ ചന്ദ്രപ്രഭ എന്നൊക്കെ പറയും. മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ സൂതിങ് ആണ് നമുക്ക് അല്ലെ. അപ്പോൾ അതേപോലെ സൗന്ദര്യത്തിന്റെ ഒരു നിറകുടം കൂടിയാണ്. ഈ ദേവിയുടെ കൈകളിൽ ഇത്രയും ശക്തമായിട്ടുള്ള ആയുധങ്ങളും ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ദേവി വളരെ സുന്ദരിയാണ്. അതേപോലെ സൂതിങ് ആണ്. ദേവിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ തണുപ്പിക്കുന്നതാണ്. എന്തിനേയും എല്ലാ പരിഭവങ്ങളെയും തണുപ്പിക്കുന്ന പ്രസൻസ് ആണ് ദേവിയുടെ. ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ചന്ദ്രഖണ്ഡ, ആ ചന്ദ്രപ്രഭ, ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും ഉന്നത ശൃംഖങ്ങളാണ് ചന്ദ്രപ്രഭ അല്ലെങ്കിൽ ചന്ദ്രൻ ഖണ്ഡ എന്ന ദേവി റെപ്രസെന്റ് ചെയ്യുന്നത്. ഖണ്ഡം എന്ന് വെച്ചാൽ മണി എന്നാണ് അർത്ഥം. ഖണ്ഡാർച്ചനം എല്ലാ പൂജാവിധികളിലും, വൈദിക പൂജാവിധികളിലും ആദ്യം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മണി അടിച്ചുകൊണ്ട്, ഖണ്ഡം അടിച്ചുകൊണ്ട് നമ്മൾ ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആഗമാർത്ഥം ദേവാനാം ഗമനാർത്ഥം രക്ഷസാം ആദൗ ഖണ്ഡാരൂപം നിത്യം ദേവതാഹ്വാന ലാഞ്ചനം എന്ന ഒരു ശ്ലോകം ജപിച്ചുകൊണ്ടാണ്, നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ മണിനാദം കൊണ്ട്, ആ ഖണ്ഡനാദം കൊണ്ട് എല്ലാ ഇംപ്യൂരിറ്റീസ്, അത് അന്തരീക്ഷത്തിലും സ്പിരിച്വലി മെറ്റീരിയലിസ്റ്റിക്കിലുള്ള എല്ലാ ദുർശക്തികളും അകന്നകന്നു പോകട്ടെ, കൂടുതൽ ദൈവശക്തികൾ കൂടുതൽ ഉദയം ചെയ്യട്ടെ, ആ പോസിറ്റിവിറ്റി എങ്ങും പടരട്ടെ എന്ന അർത്ഥം വരുന്ന ആ ഒരു വാക്കുകളാണ് മന്ത്രങ്ങളിൽ അർത്ഥമായിട്ട് വിടരുന്നത്. അപ്പോൾ ഇവിടെ ചന്ദ്രഖണ്ഡ എന്ന് പറയുമ്പോൾ ആ ശബ്ദം, ആ മണിനാദം നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക ഭാവത്തിലേക്ക് കൊണ്ടുപോയിട്ട് മൗനത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ. അതുകൊണ്ടാണ് എല്ലാ റിലീജിയൻസിലും മണി അല്ലെങ്കിൽ വലിയ വലിയ മണികൾ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ബുദ്ധവിഹാരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? വെളിച്ചത്തിന്റെയും ശബ്ദത്തിന്റെയും ഉന്നതമായ ശ്രേണി, ഉന്നതമായിട്ടുള്ള അവസ്ഥ. വെളിച്ചം അത് സൗന്ദര്യത്തിന്റെയും കൂടി പ്രതീകമായിട്ട്, അതുപോലെ ശബ്ദം അത് റെസനേറ്റ് ചെയ്യുമ്പോൾ, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിനെ പലതരത്തിലുള്ള ആവലാദികളിൽ നിന്ന് മാറ്റി മൗനത്തിലേക്കും തദ്വാര അതിൽ നിന്ന് ധ്യാനത്തിലേക്കും കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഒരു ചൈതന്യത്തിനെയാണ് സൂക്ഷ്മമായിട്ട് ചന്ദ്രഖണ്ഡാദേവി പ്രതിനിധാനം ചെയ്യുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട്, ലൈറ്റ് എനർജി വിത്ത് സൗണ്ട് എനർജി, ഇത് രണ്ടും കൂടെ ഒന്നിക്കുമ്പോൾ അഭൗമമായിട്ട് അനുഭൂതിയിലേക്ക് സാധകൻ കടന്നു കയറുന്നു. അതാണ് ചന്ദ്രഖണ്ഡാദേവി ഉപാസനയുടെ ഫലശ്രുതികളിലൊന്നായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ ദേവി പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ധ്യാനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് അനുസരിച്ചുള്ള ധ്യാനമുറയാണ് ഗുരുദേവ് ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീത പറഞ്ഞപ്പോഴാണ് അതിൽ തന്നെ ഒരിടത്ത് ഭഗവാൻ പറയുന്നുണ്ട്, എവിടെയൊക്കെ സൗന്ദര്യമുണ്ടോ അവിടെയെല്ലാം ആ ചേതനയുണ്ട്. ആ ചേതനയായിട്ടുള്ളത് ആരാണ്? ഞാൻ തന്നെയാണ്. അതെ, എവിടെയെല്ലാം സൗന്ദര്യമായിട്ട് കാണുന്ന എല്ലാം ഉണ്ടോ അതെല്ലാം ആ ദേവിയുടെ വിഭൂതികളാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ വിഭൂതികളാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതെ, അപ്പോൾ ഗുരുദേവ് പറയുന്നത്, എത്ര സൗന്ദര്യമുള്ള വസ്തുവാണെങ്കിലും അതിന് ജീവൻ ഉണ്ടെങ്കിലേ എന്തുള്ളൂ, അത് സുന്ദരമായിട്ട് മാറുള്ളൂ അല്ലേ. ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ശവം നമ്മൾ പറയില്ല അല്ലേ. എത്ര മനോഹരമായിട്ടുള്ള ശരീരമാണെങ്കിലും അതിലേക്ക് ജീവനായിട്ടുള്ള ചൈതന്യം, ജീവനായിട്ടുള്ള എനർജി അവിടെ വൈബ്രന്റ് ആവുമ്പോഴാണ് അത് സുന്ദരമായിട്ട് തോന്നുന്നത്. അതെ, ആ എല്ലാ സൗന്ദര്യ വസ്തുക്കളിലും സുന്ദരമാക്കുന്ന ആ ചൈതന്യം, ആ ജീവശക്തി ആരാണ്? അത് സാക്ഷാൽ ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ആ ദേവിയുടെ സൂക്ഷ്മഭാവം വേറെ എവിടെയുമല്ല, നമ്മുടെ അന്തരംഗത്തിലുണ്ട്, നമ്മുടെ ആത്മാവിന്റെ ആ തലങ്ങളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഇൻവോക്ക് ചെയ്യലാണ് ഇന്നത്തെ ദിവസം, മൂന്നാം ദിവസമായിട്ടുള്ള നവരാത്രിയുടെ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് ചന്ദ്രഖണ്ഡ എന്ന ദേവിയുടെ ഉപാസനയിലൂടെ. അപ്പോൾ ചന്ദ്രഖണ്ഡ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉദാത്തമായ സൗന്ദര്യത്തെ ധരിച്ചിരിക്കുന്ന, അതിനെ റേഡിയേറ്റ് ചെയ്യുന്ന ആ പിനാക്കിളായിട്ടുള്ള ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ദൈവിക ചൈതന്യം. പിന്നെ ഗുരുദേവ് പറഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓഫ് കോൺഷ്യസ്നെസ് വിച്ച് ലീഡ്സ് ടു ദ വാസ്റ്റ്നെസ് ആൻഡ് ബ്യൂട്ടി, ഇൻഫിനിറ്റി ആൻഡ് ബ്യൂട്ടി. സൗന്ദര്യവും അനന്തതയും അതിലേക്ക് നയിക്കുന്ന
ആ ദിവ്യബോധത്തിന്റെ അനശ്വരമായ സ്പന്ദനമാണ് ചന്ദ്രഖണ്ഡ എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ കാണാൻ കഴിയും. ദേവിയുടെ നെറ്റിത്തടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളിക സ്ഥല ശോഭിത. അഷ്ടമി നാളിലുള്ള ചന്ദ്രന്റെ ശോഭ അതിന് തത്തുല്യമായിട്ട് ജ്വലിക്കുന്ന ആ നെറ്റിത്തടമുള്ളവൾ എന്ന ഒരു വ്യാഖ്യാനം കൂടെ ഉണ്ട്, ലളിതാ സഹസ്രനാമത്തിൽ വരുന്നതാണ്. അതെ, ആ ചന്ദ്രപ്രഭയോടെ മാതൃവാത്സല്യത്തിന്റെ സാന്നിധ്യമായിട്ട് അന്തരംഗത്തിൽ സ്നേഹത്തിന്റെ, ഭക്തിയുടെ, പ്രണയത്തിന്റെ, സർഗാത്മകതയുടെ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്ന ആ ആദിപരാശക്തിയുടെ ഏറ്റവും ഉന്നതമായ ഊർജത്തിലേക്ക് നമ്മൾ കടക്കുന്ന ദിവസങ്ങളാണ് ഈ വരുന്ന 9 ദിവസങ്ങൾ. അതിൽ 3-ാം ദിവസമായിട്ടുള്ള ചന്ദ്രഖണ്ഡ വെളിച്ചത്തിന്റെയും ശബ്ദത്തിന്റെയും ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുപോയി ആ ദിവ്യബോധത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ എന്താ ചെയ്തത്? ഏറ്റവും ശക്തമായിട്ടുള്ള മനസ്സാവശ്യമാണ് നമുക്ക്. അന്തരംഗം ശക്തമാണ്, അതാണ് ശൈലപുത്രി. ഇന്നലെ ബ്രഹ്മചാരിണി നിഷ്കളങ്കതയിൽ വർദ്ധിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ്? സൗന്ദര്യത്തിന്റെയും ശബ്ദത്തിന്റെയും ഉന്നതമായിട്ടുള്ള ആ മണിനാഥത്തിന്റെയും അതേപോലെ വെളിച്ചത്തിന്റെയും ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ദിവ്യബോധത്തിന്റെ, ആ ദിവ്യജനനയുടെ അനുഗ്രഹത്തിന് അതിനുവേണ്ടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അതെ, ഇന്നത്തെ ധ്യാനം ഈ തത്വത്തിൽ ഊന്നിക്കൊണ്ടാണ്. അപ്പോൾ വീണ്ടും പറയാണ്, ഗുരുദേവന്റെ ഏഷ്യൻ അതിന്റെ ലിങ്കിന് ഞാനിവിടെ അതിന്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഗുരുദേവൻ പറയുന്ന അനുസരിച്ച് നിങ്ങളത് ചെയ്യുക. കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരുന്ന് ഇത് കണ്ണടച്ച് പൂർണ്ണമായിട്ടും ആ ചന്ദ്രഖണ്ഡാദേവി ആദിപരാശക്തിയായിട്ടുള്ള, എല്ലാ റിലീജിയൻസിലും അമ്മ ദൈവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ സംസ്കാരങ്ങളിലൊക്കെ ആ ദേവിയെ അല്ലെങ്കിൽ ഈശ്വരനെ ദേവിയായിട്ട് കണ്ട്, അമ്മയായിട്ട് കണ്ട് ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരുപാട് രീതികളുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഈ നവരാത്രിയിലൂടെ. ഏറ്റവും ഉത്തംഗമായിട്ട് ഉള്ള ശക്തിയുടെ സ്വരൂപിണിയായിട്ട് ഒരു സ്ത്രീയെ ആരാധിച്ച് ഈ നാടിൻ്റെ ആ ഒരു സംസ്കാരത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഉയർത്തുകയാണ്. അപ്പോൾ നമുക്ക് ധ്യാനവും വേണം, പ്രവൃത്തിയും വേണം. അതെ, നമ്മൾ ഓരോരുത്തരും ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇതിന്റെ പൊരുളറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ജീവിതം ആനന്ദത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും ഈ ചന്ദ്രഖണ്ഡാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഗുരുദേവ്.